ആറ്റുമീൻ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു മസാല ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ? നമുക്ക് ഇന്നലെ 2 അയൽവാസികൾ കൊണ്ട് തന്ന മീനാണ് ഇത്. അടിപൊളി മീനായിരുന്നു. ആദ്യം വിചാരിച്ചു ഇതിനെ കൊണ്ട് മുളകിട്ടത് ഉണ്ടാക്കിയാലോന്ന്, പിന്നെ വിചാരിച്ചു നമുക്കൊരു മസാല ഉണ്ടാക്കിയാലോന്ന്. മുളകിട്ടതെല്ലാം എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ. അങ്ങനെ മീൻ മസാല ഉണ്ടാക്കാൻ നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് തീർച്ചയായും ഉണ്ടാക്കണേ. അങ്ങനെ നമ്മളെ മീനെല്ലാം ഓരോന്നായി ഇട്ട് കൊടുത്തു നന്നായി മസാലയും മീനും എല്ലാം നന്നായി പിടിപ്പിച്ച് ഒരു 2 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. കുറേ സമയമൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ മസാലയൊക്കെ നന്നായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലും കരിവേപ്പില നിർബന്ധമായി ചേർക്കേണ്ടതാണ്. ഇനി മല്ലിയില കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ ഒരു കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയും ചെയ്യും. ഈ മഴ സീസണിൽ ഇങ്ങനെയുള്ള മീനൊക്കെ എല്ലാവർക്കും കിട്ടുമായിരിക്കും. കിട്ടിയെങ്കിൽ ആരും വെറുതെ കളയരുതേ. അങ്ങനെ നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. നമ്മളെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം വെളിച്ചെണ്ണ ഇല്ല, അതുകൊണ്ടാണ് ഓയിൽ ഉപയോഗിച്ചത്. അങ്ങനെ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ ഓരോ മീനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് അധികം പൊരിക്കൊന്നും ചെയ്യണ്ട. ഫിഷ് മസാല ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി മീനായിരുന്നു. പൊടിയാത്തൊരു മീനായിരുന്നു. സാധാരണ അയിലയോ ആഗോലിയോ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്രയും കറക്റ്റായിട്ട് കിട്ടില്ല. മസാലയൊക്കെ ചേർത്ത് പൊരിക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഒരു പകുതി വേവ് വെന്താൽ മതി മീൻ. പിന്നെ ബാക്കി നമുക്ക് മസാലയിൽ നിന്നും നന്നായി വെന്തെടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള അയൽവാസികൾ നിങ്ങൾക്കുണ്ടോ? നമ്മളെ അയൽവാസികൾ വളരെ ഉപകാരമുള്ളവരാണ്. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ പെട്ടെന്ന് ഓടിയെത്തും. അങ്ങനെ നമ്മളെ മീനെല്ലാം നന്നായി കുക്കായി വരുന്നുണ്ട്. നമുക്കെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. അധികം കരിഞ്ഞു പോകാതെ നോക്കണം. ചെറിയ തീയിലും വേവിച്ചെടുത്താൽ മതിയേ. പിന്നെ നമുക്ക് വേറെ ഓയിലൊന്നും വേണ്ട. ഈ ഓയിലിൽ തന്നെ എല്ലാം മസാല ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര ടേസ്റ്റായിരുന്നു. വിചാരിച്ച പോലെയല്ല. കഴിക്കൂലെന്ന് വിചാരിച്ചവരെല്ലാം നന്നായി കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് വെറുതെ ആയില്ല. നിങ്ങൾ ഇങ്ങനത്തെ ഒരു മീൻ കിട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ സീസണിൽ മാത്രമേ ഇങ്ങനെയുള്ള മീൻ കിട്ടാറുള്ളൂ. ഇത് മീൻ മാത്രമല്ല അവർ കൊണ്ടുതന്നത്, മുറിച്ച് കഴുകിയിട്ടാണ് കൊണ്ടുതന്നത്. നമുക്ക് എന്തായാലും ഈ മീൻ മുറിക്കാനൊന്നും അറിയില്ല. ഇതിൻ്റെ തൊലിയെല്ലാം ഭയങ്കര വഴുവഴുപ്പായിരിക്കും. അതുകൊണ്ട് മുറിച്ചിട്ട് കൊണ്ടുതരുമെങ്കിൽ തന്നെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കൊണ്ടുതന്നതാണ്. അങ്ങനെ മീനെല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ചെറിയ ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് കുറേ മസാലയൊന്നും വേണ്ട. നിങ്ങൾക്ക് കൂടുതൽ മസാല വേണമെങ്കിൽ 1-2 ഉള്ളി എടുക്കാം. ഇതാണ് കറക്റ്റ് അളവായിട്ട് എനിക്ക് തോന്നിയത്. കൂടുതൽ മസാല കാണാനും ഇല്ല, എന്നാൽ അത്യാവശ്യത്തിന് മസാലയുണ്ട് താനും. ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുക്കണേ. ഉള്ളിയൊക്കെ നന്നായി വഴറ്റി വന്നാൽ നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി വളരെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണേ. എന്നാലേ പെട്ടെന്ന് മസാല കുക്കായി കിട്ടും. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ മസാല ഉള്ളിയൊക്കെ നന്നായി വഴറ്റി വരുന്നുണ്ട്. അങ്ങനെ തക്കാളിയും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നമ്മൾ മീൻ മസാല പുരട്ടുമ്പോൾ ചേർത്തത് കൊണ്ട് വളരെ കുറച്ച് മതിയേ. പിന്നെ മല്ലിയില ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കയ്യിലില്ലായിരുന്നു. അതുകൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ഈ കറി. അല്ലെങ്കിൽ അതങ്ങനെയാണല്ലോ, നമ്മളെന്തെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. ആരമില്ല, നമുക്ക് ഇങ്ങനെയും ഉണ്ടാക്കി കഴിക്കാം, അടിപൊളിയായിരിക്കും. പിന്നെ 2 പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിൽ എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെന്തായാലും പെപ്പർ പൗഡർ ചേർക്കും, അതുകൊണ്ട് മുളക് 2 മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് കുരുമുളകിൻ്റെ ടേസ്റ്റാണ്, അതുകൊണ്ടാണ് മുളക് അധികം ചേർക്കാത്തത്. എന്നാലേ നമ്മളെ ഫിഷ് മസാല ശരിക്കും ഫിഷ് മസാല ആകും. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തത് ഗരം മസാലപ്പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂൺ ചേർക്കണേ. ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ നമുക്കൊരു മീനിൻ്റെ ഒരു മണം ഉണ്ടാവില്ല, നല്ല അടിപൊളി മണം രുചിയായിരിക്കും. മീൻ ഇഷ്ടപ്പെടാത്തവർ പോലും ഇത് കഴിച്ചിരിക്കും. അത്രക്ക് ടേസ്റ്റിയാണ് ഈ മസാല.
ഗരം മസാലയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല എന്തായാലും വീട്ടിൽ തന്നെ കുറച്ച് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. എങ്ങനെയൊക്കെ മീനോ ബീഫോ എന്തെങ്കിലും കിട്ടുക എല്ലാത്തിനും ഗരം മസാല ആവശ്യമാണ്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഗരം മസാല പൊടിച്ച് വെക്കാത്തവർ ഇന്ന് തന്നെ ഗരം മസാല പൊടിയെല്ലാം ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചോ. ഞാൻ ഏത് കറിക്കായാലും ഗരം മസാല കുറച്ച് ഇടാണ്ട് എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. അങ്ങനെ ഫിഷ് മസാലയൊക്കെ റെഡിയായി വരുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെൽ ബട്ടനും കൂടി അമർത്തിയേക്കണേ. പിന്നെ ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ ഇതിൽ പുളി ചേർക്കുന്നില്ല. അതിന് പകരം കുറച്ച് വിനിഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ മതി. ഇതുകൂടി ചേർത്ത് കൊടുത്താൽ പിന്നെ ഫിഷിൻ്റെ മണമേ ഉണ്ടാവില്ല. വേറെ ഒരു അടിപൊളി സ്മെല്ലായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ ഫിഷ് മസാല ഇഷ്ടപ്പെട്ടോ? നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നുണ്ട്. ടാറ്റാ, ബൈ ബൈ.